ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി എൻ പണിക്കർ. പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ. ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കുന്നത് തുടങ്ങിയത്? 1996 ജൂൺ 19 മുതൽ. കേരളത്തിൻ്റെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? പി എൻ പണിക്കർ. പി എൻ പണിക്കരുടെ മുഴുവൻ പേരെന്ത്? പുതുവായിൽ നാരായണ പണിക്കർ. പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2004 ജൂൺ 19. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? എഴുത്തച്ഛൻ. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെടുന്ന കവികൾ ആരെല്ലാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലി. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണിനീലി സന്ദേശം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത്? വിദ്യാവിനോദിനി. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം. ആരുടെ വരികൾ? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. രാമായണം എഴുതിയതാര്? വാത്മീകി. മലയാളത്തിലെ ആദ്യ നിഘണ്ടു, വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ കൃതിയായി കരുതപ്പെടുന്നത് രാമചരിതം. ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത്? സംക്ഷേപ വേദാന്തം. വീണപൂവ് എഴുതിയത് ആരാണ്? കുമാരനാശാൻ. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഒ ചന്തുമേനോൻ. രമണൻ എന്ന കാവ്യം എഴുതിയത് ആരാണ്? ചങ്ങമ്പുഴ. 1930 ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ? സർദാർ കെ എം പണിക്കർ. ഭാരത പര്യടനം എന്ന പ്രശസ്തമായ കൃതി രചിച്ച സാഹിത്യ നിരൂപകൻ? കുട്ടിക്കൃഷ്ണമാരാർ. അയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്ത നോവൽ രചിച്ചതാര്? എം മുകുന്ദൻ. നീർമാതളം പൂത്ത കാലം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? മാധവിക്കുട്ടി. മഹാഭാരതം രചിച്ചതാര്? വേദവ്യാസൻ. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യർ. കേരള ശകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ്? നളചരിതം ആട്ടക്കഥ. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഏത്? ഓടക്കുഴൽ. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര്? ഒ വി വിജയൻ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ബാലാമണി അമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിതയാര്? കമല സുരയ്യ. മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ആര്? ചെറുകാട്. മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? വർത്തമാന പുസ്തകം. കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാവിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ്? എസ് കെ പൊറ്റക്കാട്. സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച നാടകം? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? വസനവികൃതി. തൃക്കോട്ടൂർ കഥകളുടെ രചയിതാവ് ആര്? യു എ ഖാദർ. കുറ്റിപ്പെൻസിൽ എഴുതിയതാര്? കുഞ്ഞുണ്ണി മാഷ്. ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? രവീന്ദ്രനാഥ ടാഗോർ. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? എം കെ സാനു. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇത് ആരുടെ വരികൾ? സഹോദരൻ അയ്യപ്പൻ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത്?
ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മണ്ടൽ മുത്തപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏതു കഥയിലെ കഥാപാത്രമാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. 1 കോടി മലയാളികൾ ആരുടെ രചനയാണ്? EMS നമ്പൂതിരിപ്പാട്. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? വള്ളത്തോൾ നാരായണമേനോൻ. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? കുന്തലത. ജ്ഞാനപ്പാനയുടെ കർത്താവ് ആര്? പൂന്താനം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതുപോലെയുള്ള വിജ്ഞാനപ്രദ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.